ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഷാലോം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെയും പുതിയ വർഷത്തിൻ്റെയും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും മംഗളങ്ങളും ദൈവനാമത്തിൽ ആദ്യമേ നേരുന്നു. ക്രിസ്മസ് കാലത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ബിംബങ്ങളും പ്രതീകങ്ങളുമുണ്ട്. പെട്ടെന്ന് മനുഷ്യ മനസ്സുകളിലേക്ക് ക്രിസ്മസ് കാലത്ത് കടന്നു വരുന്ന പ്രതീകങ്ങളും ബിംബങ്ങളും ക്രിസ്മസ് ട്രീ, സാന്റാക്ലോസ്, പുൽക്കൂട് തുടങ്ങിയവയാണ്. ഇതെല്ലാം ഇന്ന് ആഘോഷങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. മറ്റാഘോഷങ്ങളെപ്പോലെ ക്രിസ്മസും വിപണിയുടെ, ചന്തയുടെ നിയന്ത്രണത്തിലായിട്ടുണ്ട്. കമ്പോളവൽകൃതമായ, കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരാഘോഷമായി ക്രിസ്മസും ഇത് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ യഥാർത്ഥ ക്രിസ്മസിൻ്റെ സന്ദേശം നഷ്ടപ്പെടുന്നില്ലേ എന്ന് ചിന്തിക്കുവാൻ ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. പുൽക്കൂട് എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം? എന്തുകൊണ്ട് 2016 വർഷങ്ങൾക്കപ്പുറത്ത് ചരിത്രത്തിൽ പ്രസിദ്ധമായൊരു പുൽക്കൂടുണ്ടായി? ഇന്ന് ആ പുൽക്കൂടിൻ്റെ പ്രസക്തി നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കണം? പുൽക്കൂടിനെക്കുറിച്ച് നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് ഒരു വിചിന്തനത്തിന് തയ്യാറാവാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, അവൾ ആദ്യജാതനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നതിനാൽ പശുത്തൊട്ടിയിൽ കിടത്തി. വിശുദ്ധ ലൂക്കോസ് 2:7. അവൾ ആദ്യജാതനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി, വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തതിനാൽ പശുത്തൊട്ടിയിൽ കിടത്തി. 2017 വർഷങ്ങൾക്കപ്പുറത്ത് ലോകത്തിൻ്റെ രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്നതിൻ്റെ ആഖ്യാനമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ലോകത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തു ഈ ലോകത്ത് പിറന്നു വീഴുവാൻ തക്കവണ്ണം ആരും കൊട്ടാരങ്ങളോ വീടുകളോ വഴിയമ്പലങ്ങളോ സത്രങ്ങളോ തുറന്നു കൊടുത്തില്ല. മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും മുമ്പിൽ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടപ്പോൾ ലോകത്തിൻ്റെ രക്ഷകന്, ദൈവപുത്രന്, മനുഷ്യപുത്രന്, യേശുവിന് പശുത്തൊഴുത്തിനെ, പുൽക്കൂടിനെ അഭയം പ്രാപിക്കേണ്ടി വന്നു. ഇങ്ങനെയാണ് ചരിത്രപ്രസിദ്ധമായ ഒരു പുൽക്കൂട് പിറവിയെടുക്കുന്നത്. എന്നാൽ ഇന്ന് ഈ പുൽക്കൂടിന് ക്രിസ്മസ് കാലത്തും അല്ലാതെയും നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രസക്തി? എങ്ങനെയാണ് പുൽക്കൂടിനെ നാം തിരിച്ചറിയേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ട് ഒരു പുൽക്കൂടുണ്ടായി? ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകരക്ഷകനെ പിറന്നു വീഴുവാനായിട്ട് മാതാപിതാക്കളായ യൗസേപ്പും മറിയമും അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല, മുട്ടാത്ത വാതിലുകളില്ല, ഇടങ്ങളില്ല. എന്നാൽ ഒരു വാതിലും ഒരിടവും ലോകരക്ഷകൻ്റെ പിറവിക്കായിട്ട് തുറന്നു കിട്ടിയില്ല. തുറവിയില്ലാതിരുന്നത് കൊണ്ട് പശുത്തൊഴുത്തിനെ, കാലിത്തൊഴുത്തിനെ, പുൽക്കൂടിനെ അഭയം പ്രാപിക്കേണ്ടി വന്ന ലോകത്തിൻ്റെ രക്ഷകൻ. പുൽക്കൂട് മനുഷ്യൻ്റെ നിഷേധത്തിൽ നിന്ന് ഉണ്ടായ ഒന്നാണ്. വാതിലുകൾ തുറക്കപ്പെടാത്തതുകൊണ്ട്, വാതിലുകൾ മനഃപൂർവ്വം മനുഷ്യപുത്രന് വേണ്ടി നിഷേധിച്ചതുകൊണ്ടാണ് പുൽക്കൂട് ചരിത്രത്തിലുണ്ടായത്. ഇന്ന് വിപണിയിലെ ഒരു ചരക്കായി, ഒരു വിൽപ്പന വസ്തുവായി സാന്റാക്ലോസും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ക്രിസ്മസിൽ നമുക്ക് യേശുവിനെ നഷ്ടപ്പെടുന്നില്ലേ എന്ന് ചിന്തിക്കുവാൻ സാധിക്കണം. ഞാൻ ഈ കാലയളവിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ ഉയർത്തുന്ന ചില കാഴ്ചകൾ കാണാറുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വാണിജ്യവൽക്കരണത്തിൻ്റെ, കമ്പോളവൽകൃത, ആഗോളവൽകൃത ഒരു സമൂഹത്തിൽ ചുറ്റും കാണുന്ന കാഴ്ചകളൊന്നും ക്രൈസ്തവമല്ല എന്ന് തിരിച്ചറിയുവാനായിട്ട് സാമാന്യബുദ്ധി മാത്രം മതി.
മദ്യഷാപ്പുകളുടെ മുമ്പിലെ നീണ്ട ക്യൂ, ക്രിസ്മസിൻ്റെയും ഈസ്റ്ററിൻ്റെയും ഒക്കെ കാലത്ത് വിശ്വാസികൾ കുടിച്ചു തള്ളുന്ന മദ്യത്തിൻ്റെ കണക്കുകളൊക്കെ യഥാർത്ഥ ആഘോഷങ്ങൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ ആയിരിക്കരുത് എന്ന് നമുക്ക് സൂചനകൾ നൽകുന്നു. ആ അർത്ഥത്തിൽ പുൽക്കൂടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, യാത്രാവേളയിൽ ഇടത്തും വലത്തും മുമ്പും പുറകിലും ഒക്കെ നോക്കുമ്പോൾ വലിയ കെട്ടിടങ്ങളുടെ, മണിമാളികകളുടെ, വലിയ ഭവനങ്ങളുടെയൊക്കെ മുമ്പിൽ മുറ്റത്ത് പുൽക്കൂടുകൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. പുൽക്കൂടെന്ന് പറഞ്ഞാൽ പോരാ, പഞ്ചനക്ഷത്ര പുൽക്കൂടുകളാണ് പലതും. ലക്ഷക്കണക്കിന് പണം മുടക്കി പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നവർ വരെയുണ്ട്. അത്തരം പഞ്ചനക്ഷത്ര പുൽക്കൂടുകൾക്കുള്ളിൽ യേശുമാരെയും യൗസേപ്പുമാരെയും മറിയത്തിനെയും മാലാഖമാരെയും ആട്ടിടയന്മാരെയും ഒക്കെ നമ്മളവിടെ സ്ഥാപിക്കുന്നുണ്ട്. ചുറ്റുമുള്ള ജീവനുള്ള മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുവാൻ വെമ്പുന്ന, പ്രയാസപ്പെടുന്ന, വിശക്കുന്ന വയറുകൾ, രോഗികൾ, അശരണർ, സ്നേഹം നിഷേധിക്കപ്പെടുന്നവർ, അവരിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അവരിൽ ജീവനുള്ള യേശുവിനെ നമുക്ക് കണ്ടെത്താം. അവരുമായിട്ട് നമുക്കുള്ളതിനെ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് യേശുവിനെ പങ്കുവയ്ക്കുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് പുൽക്കൂട് ഒരു പുതിയ അനുഭവമായി നമുക്ക് മാറട്ടെ. ചരിത്രത്തിൽ മനുഷ്യപുത്രന് വേണ്ടി വാതിൽ കൊട്ടിയടച്ചപ്പോൾ ഒരു പുൽക്കൂടുണ്ടായെങ്കിൽ, അന്ന് മറിയമും യൗസേപ്പും എല്ലാ വാതിലുകളും മുട്ടിയെങ്കിൽ, ഇന്ന് ആർക്കു വേണ്ടി അന്ന് മാതാപിതാക്കന്മാരായ യൗസേപ്പും മറിയമും വാതിൽ മുട്ടിയെങ്കിൽ, അന്ന് ആ വാതിലുകളൊക്കെ തുറക്കപ്പെടാതെ അടച്ചു കിടന്നുവെങ്കിൽ, ഇന്ന് സാക്ഷാൽ യേശു തമ്പുരാൻ, യേശു ക്രിസ്തു തന്നെ നമ്മുടെ വാതിലുകൾ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അകത്ത് പ്രവേശിച്ച് ഞാൻ അവരോടും അവരെന്നോടും കൂടി അത്താഴം കഴിക്കും. ഈ വാക്യം എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ബിഹോൾഡ് ഐ നോക്ക് അറ്റ് ദ ഡോർ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, ഞാൻ അവരോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരും. ഈ വാക്യം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴുമൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വലിയ ചിന്ത, യേശു ഇപ്പോഴും നമ്മുടെ ഹൃദയവാതിലുകൾക്ക് മുമ്പിൽ നിന്ന് മുട്ടുകയാണ്. മുട്ടി വിളിക്കുന്ന യേശു. 2016 വർഷങ്ങൾക്കപ്പുറത്ത് യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ഭവനങ്ങളുടെ മുമ്പിൽ, വഴിയമ്പലങ്ങളുടെ മുമ്പിൽ, സത്രങ്ങളുടെ മുമ്പിൽ കൊട്ടി വിളിച്ചുവെങ്കിൽ, മുട്ടി വിളിച്ചുവെങ്കിൽ, അന്നും വാതിലുകൾ തുറക്കാതെ മനുഷ്യരടച്ചു കളഞ്ഞുവെങ്കിൽ, ഇന്ന് യേശു തമ്പുരാൻ തന്നെ, സാക്ഷാൽ യേശു ക്രിസ്തു തന്നെ, ദൈവപുത്രൻ തന്നെ ആ വാതിലുകളുടെ മുമ്പിൽ നിന്ന് മുട്ടി വിളിക്കുകയാണ്. ഒന്ന് വാതിൽ തുറന്നു കൊടുക്കുവാൻ നമുക്ക് തയ്യാറാവാം. നമ്മുടെ ഹൃദയവാതിലുകളെ തുറക്കാം, മനസ്സിൻ്റെ വാതിലുകളെ തുറന്നിടാം, ഭവനത്തിൻ്റെ വാതിലുകളെ തുറന്നിടാം. മുട്ടി വിളിക്കുന്ന യേശു നമുക്ക് ചുറ്റുമുള്ള മനുഷ്യപുത്രന്മാരാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും മറ്റു പലതിൻ്റെയും ഒക്കെ പേരിൽ മുട്ടി വിളിക്കുന്നവരുടെ മുമ്പിൽ വാതിൽ അടച്ചിടുന്ന നമ്മൾ വാസ്തവത്തിൽ അനുമതി നിഷേധിക്കുന്നത്, പുറത്താക്കുന്നത്, ബഹിഷ്കരിക്കുന്നത് മനുഷ്യപുത്രനെ തന്നെയാണ്, യേശുവിനെ തന്നെയാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് തുറവിയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ വാതിലുകളെ തുറന്നിടാം. യേശുവിന് അകത്ത് കയറുവാൻ തക്കവണ്ണം, യേശുവിനെ പിറവിയെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ, ഭവനങ്ങളെ, ദേവാലയങ്ങളെ, സമൂഹത്തെ ആകമാനം ഒരു പുതിയ പുൽക്കൂടായി, ഒരു നവീന പുൽക്കൂടായി നമുക്ക് ഒരുക്കാം. അവിടെ വാതിലുകൾ തുറന്നു കിടക്കട്ടെ, അവിടെ യേശു കടന്നു വരട്ടെ, യേശു പിറക്കട്ടെ, ജീവനുള്ള യേശു വസിക്കട്ടെ. മനുഷ്യപുത്രന്മാരുടെ മുമ്പിൽ വാതിലുകൾ അടയ്ക്കാതെ, ആവശ്യക്കാരുടെ മുമ്പിൽ വാതിലുകൾ അടയ്ക്കാതെ അവയെ തുറന്നിട്ട് പരദേശികളെ സ്വീകരിക്കുന്നത് വഴി യേശുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ഈ കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ എത്രയോ ആളുകൾ, സിറിയ, ഇറാഖ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് എത്രയോ അഭയാർത്ഥികൾ പലായനം ചെയ്ത് സ്വന്തം നാട്ടിൽ ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ യുദ്ധക്കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് എത്രയോ ആയിരങ്ങൾ, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ പലായനം ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി കടന്നു ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കാതെ പലരും വാതായനങ്ങൾ, വാതിലുകൾ, ജനലുകളെല്ലാം അടച്ചിട്ട് അവരെ പുറത്താക്കുന്ന അനുഭവം ഈ കാലത്തും നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്മസ് ഒരു പുതിയ അനുഭവമായി മാറണം.
പരദേശികളുടെ മുമ്പിൽ, ആവശ്യക്കാരുടെ മുമ്പിൽ, പ്രയാസപ്പെടുന്നവരുടെ മുമ്പിൽ വാതിലുകൾ അടയ്ക്കുകയല്ല, തുറക്കുകയത്രേ ഒരു ക്രൈസ്തവൻ്റെ കടമ. ക്രിസ്മസ് പുൽക്കൂട് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അന്ന് വാതിലുകൾ അടച്ചതുകൊണ്ടൊരു പുൽക്കൂടുണ്ടായെങ്കിൽ ഇന്ന് വാതിൽ തുറന്നിട്ടുകൊണ്ട് ഹൃദയങ്ങളെ പുൽക്കൂടുകളാക്കുവാനും നമുക്ക് തയ്യാറാവാം. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പുൽക്കൂടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഹൃദയസ്പർശിയായ കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഡേവിസ് ചിറമേൽ അച്ഛൻ നമുക്ക് പരിചിതമായ ഒരു നാമമായത് കത്തോലിക്കാ സഭയിലെ വളരെ പ്രഗത്ഭനായ പ്രശസ്തനായ ഒരു വൈദിക ശ്രേഷ്ഠനാണ് ഫാദർ ഡേവിസ് ചിറമേൽ. അദ്ദേഹം എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു നാമമായി മാറിയത് അദ്ദേഹം തനിക്ക് ദൈവം നൽകിയ ശരീരത്തിലെ 2 വൃക്കകളിലൊന്ന്, അതുവരെ തനിക്ക് പരിചയം പോലും ഇല്ലാതിരുന്ന ഒരു ഹൈന്ദവ സഹോദരന് 2 വൃക്കകളും തകർന്ന് മരണത്തോട് മുഖാമുഖം നിന്ന് പോരാടുന്ന മനുഷ്യൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് പുതുജീവൻ നൽകുവാൻ തീരുമാനിച്ച് തൻ്റെ 2 വൃക്കകളിലൊന്ന് ആ മനുഷ്യന് സമ്മാനമായി പകുത്ത് നൽകിയപ്പോഴാണ് ഡേവിസ് ചിറമേലച്ചൻ നമുക്കെല്ലാവർക്കും പരിചിതമായ നാമമായി മാറിയത്. അദ്ദേഹം ആ ശ്രേണിയിൽ, ആ വഴിയിൽ ബഹുദൂരം മുന്നോട്ട് പോയി ധാരാളം ആളുകളുടെ ഹൃദയങ്ങളെ മനസ്സുകളെയും സ്വാധീനിച്ചുകൊണ്ട് കിഡ്നി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പുസ്തകം DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുൽക്കൂടാണല്ലോ നമ്മുടെ വിഷയം. ഡേവിസ് ചിറമേലച്ചൻ അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു ദേവാലയത്തിൽ ഒരു ക്രിസ്മസ് കാലത്ത് ഒരു ക്രിസ്മസ് ദൂത് നൽകുകയാണ്. ഒരു വലിയ പള്ളിയാണ്. ആ പള്ളിയുടെ മുമ്പിൽ മനോഹരമായ ഒരു പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. ഇടവകക്കാരെല്ലാവരും ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ മനോഹരമായ പുൽക്കൂടിനെക്കുറിച്ച് അച്ഛൻ തൻ്റെ പ്രസംഗത്തിൽ സൂചന നൽകി. അതുണ്ടാക്കി എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ആ പ്രസംഗമധ്യേ അച്ഛൻ ഇടവകക്കാരോട് പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്ക് ഈ പള്ളി കൂടാതെ ഒരു ചെറിയ ചാപ്പലിൻ്റെ ശുശ്രൂഷയും കൂടി സഭ നൽകിയിട്ടുണ്ട്. ആ ചാപ്പലിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായി അല്പം പിന്നോട്ട് നിൽക്കുന്ന ആ ഇടവകയും എൻ്റെ ശുശ്രൂഷയിലുണ്ടല്ലോ. അവിടെ ആ പള്ളിയുടെ മുമ്പിൽ ഒരു പുൽക്കൂടില്ല. ഒരു നല്ല പുൽക്കൂട് ഉണ്ടാക്കുവാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. അടുത്ത വർഷത്തെ ക്രിസ്മസിന് എൻ്റെ ആ ചെറിയ ചാപ്പലിന് മുമ്പിലും മനോഹരമായൊരു പുൽക്കൂട് ഉണ്ടാക്കുവാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. പിന്നീട് ആ വിശ്വാസി സമൂഹത്തെ അമ്പരപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അച്ഛൻ നടത്തിയത്. അച്ഛൻ പറഞ്ഞു, ഒരു 3 ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് സ്വരൂപിച്ച് തരണം. 3 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ഒരു പുൽക്കൂട് ആ ചെറിയ ചാപ്പലിന് മുമ്പിൽ ഉണ്ടാക്കുവാൻ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. വിശ്വാസികളത് തീരെ പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല. ഡേവിസ് ചിറമേലച്ചന് നന്നായി അറിയാവുന്ന ഇടവക്കാർ അച്ഛൻ ഒരിക്കലും അങ്ങനെ ഒരു ആഡംബര പുൽക്കൂട് ഉണ്ടാക്കുവാൻ തങ്ങളോട് ആവശ്യപ്പെടുകയില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ട, പ്രയാസപ്പെടുത്തണ്ട എന്ന് കരുതി അച്ഛൻ്റെ ആവശ്യം അവർ അംഗീകരിച്ചു. 3 ലക്ഷം രൂപ അവർ കളക്ട് ചെയ്ത് അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ അടുത്ത വർഷം അവർക്ക് മനോഹരമായ ഒരു പുൽക്കൂട് ഉണ്ടാക്കുക എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അപ്രകാരം ചെയ്തു എന്നവരോട് പറഞ്ഞു. പിറ്റേ ദിവസത്തെ ക്രിസ്മസിന് വലിയ പള്ളിയിലെ വിശ്വാസി സമൂഹം പിരിച്ചെടുത്ത ആ തുക കൊണ്ട് അച്ഛനുണ്ടാക്കിയ ആ പുൽക്കൂട് കാണുവാനായിട്ട് അച്ഛൻ വലിയ പള്ളിയിലെ ഇടവക്കാരെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുപോയി. അവർ പള്ളിക്ക് മുമ്പിൽ എത്തിയപ്പോൾ അത്ഭുതകരമായൊരു കാഴ്ചയാണ് അച്ഛൻ അവർക്ക് വേണ്ടി കരുതി വച്ചിരുന്നത്. അച്ഛൻ അവരെ ഒരു ചെറിയ വീടിൻ്റെ മുമ്പിലേക്ക് നടത്തി. വീടെന്ന് പറയുവാൻ സാധ്യമല്ല, ഒരു കൂര, ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീടാറായി കിടക്കുന്ന ഒരു കൂരയുടെ മുമ്പിലേക്ക് ആ വിശ്വാസി സമൂഹത്തെ ഡേവിസ് ചിറമേലച്ചൻ ആനയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് യൗസേപ്പില്ലാത്ത മറിയമും യേശു കുഞ്ഞും മാത്രം വസിച്ചു കൊണ്ടിരുന്ന ഒരു വീടാണ്. അദ്ദേഹം ഒരു സൂചന നൽകിയതാണ്. ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ ഏക മകനുമായിട്ട് ജീവിക്കുന്ന ഒരു വീടായിരുന്നു. അച്ഛൻ്റെ ഇടവപ്പള്ളിയിലെ ഒരു അംഗമായിരുന്നു. അവർക്ക് മഴ പെയ്താൽ മഴവെള്ളം മുഴുവൻ വീടിനകത്തേക്ക് ചോരുന്ന കൂരയുള്ള, ഇടിഞ്ഞ് താഴെ വീടാറായ ആ കൂരയെ അവർക്ക് അച്ഛൻ പരിചയപ്പെടുത്തി കൊടുത്തു. ഇവിടെ ഒരമ്മയും മകനും ജീവിച്ചിരുന്നു. പിന്നീട് അവരെ അല്പം കൂടി മുന്നോട്ട് നടത്തിയപ്പോൾ പള്ളിക്കടുത്ത് മറ്റൊരു ചെറിയ വീടിൻ്റെ മുമ്പിലേക്ക് അവിശ്വാസി സമൂഹത്തെ ആനയിച്ചു. അതൊരു പുതിയ വീടായിരുന്നു, മനോഹരമായ ഒരു ചെറിയ വീട്.
ഈ കൂരയിൽ താമസിച്ചു കൊണ്ടിരുന്ന അമ്മയ്ക്കും മകനും വേണ്ടി അച്ഛൻ ഈ വർഷം വലിയ പള്ളിയിലെ ആൾക്കാർ കൊടുത്ത 3 ലക്ഷം രൂപയും അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണവും കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു പുതിയ വീടാണ്. ആ വീട്ടിൽ ഈ പാവപ്പെട്ട അമ്മയും മകനും താമസമാക്കിയിരുന്നു. ആ വീടിൻ്റെ മുമ്പിലേക്ക് ഇവരെ കൊണ്ടുവന്നിട്ട് ആ വിശ്വാസികളുടെ സമൂഹത്തോട് അച്ഛൻ പറഞ്ഞു, നിങ്ങളെനിക്ക് സ്വരൂപിച്ചു തന്ന പണം കൊണ്ട് ഞാൻ ഈ വർഷം ചാപ്പലിലുണ്ടാക്കിയ പുൽക്കൂടാണിത്. ഈ പുൽക്കൂടിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അവരുടെ കണ്ണുകളിൽ ആനന്ദത്തിൻ്റെ അശ്രുക്കൾ പൊടിഞ്ഞു. അവർ പള്ളിയുടെ മുറ്റത്ത് ഗംഭീരമായ ഒരു പുൽക്കൂട് കാണുവാൻ ആഗ്രഹിച്ചു പോയവർ പക്ഷേ അതിനപ്പുറത്തെ കാഴ്ചകൾ കണ്ട് വിസ്മയിച്ച് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. വീടില്ലാതിരുന്ന, കൂരയില്ലാതിരുന്ന ഒരു പാവപ്പെട്ട അമ്മയ്ക്കും മകനും ഒരു പുതിയ വീട് നൽകിയാണ് അച്ഛനൊരു പുതിയ പുൽക്കൂട് അവിടെ ഉണ്ടാക്കിയത്. ഇങ്ങനെയുള്ള പുൽക്കൂടുകളല്ലേ ഇനി നമുക്ക് ആവശ്യം? കാശ് ആവശ്യത്തിനും അനാവശ്യത്തിനും മുടക്കി പള്ളിക്ക് മുമ്പിലും ദേവാലയങ്ങളുടെ മുമ്പിലും ഭവനത്തിൻ്റെ മുമ്പിലും നമ്മൾ ഒരുക്കുന്ന പഞ്ചനക്ഷത്ര പുൽക്കൂടുകളെ ഇനി നമുക്ക് ഉപേക്ഷിക്കാം. ഡേവിസ് ചിറമേലച്ചന് പാവപ്പെട്ട സ്ത്രീക്ക് മകനും ഒരുക്കി കൊടുത്ത പുൽക്കൂട് നമ്മുടെ ജീവിതത്തിലെ പുതിയ പുൽക്കൂടിന് ഒരു പുതിയ ഭാവം, ഒരു പുതിയ ദർശനം നൽകട്ടെ. യേശുവിനെ നമുക്ക് സ്വീകരിക്കുക നമ്മുടെ ഉള്ളത്തിലേക്ക്. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഉള്ളങ്ങളെയും ഭവനങ്ങളെയും ദേവാലയങ്ങളെയും സമൂഹത്തെ ആകമാനം നമുക്ക് പുൽക്കൂടാക്കി ഒരുക്കാം. അവിടെ യേശു വസിക്കട്ടെ. യേശു മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഭവനത്തിൻ്റെയും ദേവാലയങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഹൃദയങ്ങളുടെയും ഉള്ളങ്ങളുടെയും വാതിലുകൾ നമുക്ക് തുറന്നിടാം. യേശു അകത്ത് പ്രവേശിക്കട്ടെ. അവൻ നമ്മുടെ ഉള്ളിൽ പിറക്കട്ടെ. ആ പിറവി ആഘോഷിക്കുവാൻ, അർത്ഥവത്തായി ആഘോഷിക്കുവാൻ അർത്ഥവത്തായ പുൽക്കൂടുകൾ നമുക്ക് ചുറ്റും ഒരുങ്ങട്ടെ. ജീവിക്കുവാൻ പ്രയാസപ്പെടുന്ന, ദുഃഖിക്കുന്ന, വീടില്ലാത്ത, ഭവനമില്ലാത്ത പട്ടിണിക്കാർക്ക് ഭവനങ്ങളൊരുക്കി, നല്ല സാഹചര്യം ഒരുക്കി, ഭക്ഷണമൊരുക്കി, നമുക്കുള്ളതിനെ പങ്കുവച്ച് അർത്ഥവത്തായ പുൽക്കൂടുകൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുൽക്കൂടിന് ഈ ക്രിസ്മസ് കാലത്ത് ഒരു പുതിയ അർത്ഥമുണ്ടാവട്ടെ. യേശു നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ഉള്ളങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, ദേവാലയങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക്, ഈ ലോകത്തിലേക്ക് പിറവിയെടുക്കട്ടെ. ജീവനോടെ പിറവിയെടുക്കട്ടെ. തുടിക്കുന്ന ജീവൻ നമ്മുടെ ഉള്ളങ്ങളിലും തുടിക്കട്ടെ. ആ യേശുവിനെ വരവേൽക്കുവാൻ, ആ തിരപ്പിറവി അർത്ഥവത്തായി ആഘോഷിക്കുവാൻ നമുക്കെല്ലാവർക്കും ആധുനിക കാലത്ത് പുൽക്കൂടൊരു പുതിയ ദർശനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഷാലോം ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്മസിൻ്റെയും ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ വർഷത്തിൻ്റെയും ആശംസകളും അനുഗ്രഹങ്ങളും മംഗളങ്ങളും സ്വർഗത്തിലെ ദൈവം കനിഞ്ഞ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തനയൻ തൻ ജനനത്തിൽ സ്തോത്രം പാടി അബദ്ധം വിട്ടവരന്മാർ തിരികെ വന്നു. തനയൻ തൻ ജനനത്തിൽ സ്തോത്രം